ഹായ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോധന രീതികളും തന്ത്രങ്ങളും അഥവാ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ്. സി-ടെറ്റ് കേട്ടറ്റ് കാറ്റഗറികൾക്ക് ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ്സാണ് ഇന്നത്തേത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ്, ബോധന രീതികളും തന്ത്രങ്ങളും. എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്താണ് ബോധന രീതി? അതാണ് നമ്മൾ ആദ്യമായി പറയാൻ പോകുന്നത്. അധ്യാപകൻ പാഠഭാഗങ്ങൾ കുട്ടികളിലേക്ക് ഫലപ്രദമായി എത്തിക്കാൻ ഉപയോഗിക്കുന്ന വിവിധ പ്രക്രിയകളെയാണ് ബോധന രീതികളെന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ ഏതൊക്കെ തരത്തിലാണ് ഒരു കോൺസെപ്റ്റ് കുട്ടികളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്, അതിനെയാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയെയാണ് നമ്മൾ ബോധന രീതി എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡ്സ് എന്നോ ടീച്ചിങ് ടെക്നിക്സ് എന്നോ വിളിക്കുന്നത്. ഇതിനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് രണ്ട് തരത്തിൽ നമ്മൾ തരം തിരിച്ചിരിക്കുന്നത് എങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്സും ലേണർ സെൻറ്റേർഡ് മെത്തേഡും. ഇതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും കൂടുതൽ പ്രാധാന്യം എന്തിന് തന്നെയാണ്? ലേണർ സെൻറ്റേർഡ് മെത്തേഡ്സിന് തന്നെയാണ്. ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്സ് പഴയ കാലങ്ങളിൽ അല്ലെങ്കിൽ പഴയ രീതിയിൽ കൂടുതലായി ഉപയോഗിച്ച് വന്നതാണ് അധ്യാപക കേന്ദ്രീകൃത രീതികൾ അല്ലെങ്കിൽ ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ടീച്ചർ ആ വാക്കിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ അധ്യാപക കേന്ദ്രീകൃതം അല്ലെങ്കിൽ ടീച്ചർ സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെയുണ്ട് ആരായിരിക്കും അവിടെ കൂടുതൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് അധ്യാപകൻ തന്നെയാണ്. കൂടുതൽ ആക്റ്റീവായിരിക്കുന്നത്, അതായത് അവിടുത്തെ പഠന പ്രവർത്തനത്തിലെ ഒരു പ്രധാന ആക്റ്റീവ് ഏജൻറ്റായി വർക്ക് ചെയ്യുന്നത് അധ്യാപകനായിരിക്കും. അതേപോലെ തന്നെയാണ് ലേണർ സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ അവിടെ ആക്റ്റീവ് ഏജൻറ്റ് ആരായിരിക്കും, ലൈക്ക് ആക്റ്റീവായി നിലനിൽക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് കുട്ടികളായിരിക്കും അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിരിക്കും. ഇന്നത്തെ നമ്മുടെ രീതിയിൽ അതിനാണ് പ്രാധാന്യം. കുട്ടിയാവണം പഠനത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കുട്ടി തനിയെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇന്നത്തെ രീതിയിലുള്ള വിദ്യാഭ്യാസം. അതുകൊണ്ട് നമ്മൾ ലേണർ സെൻറ്റേർഡിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അധ്യാപകൻ ക്ലാസ്സിലെ പ്രധാനിയായിരിക്കും. വിവരങ്ങൾ കൈമാറുന്നതിനാണ് മുൻഗണന നൽകുന്നത്. അതായത് ഷെയറിങ്, നോളജ് എന്ത് ചെയ്യുന്നു അങ്ങോട്ട് പകർന്നു കൊടുക്കുന്നു, അല്ലാതെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതല്ല. നോളജ് എന്ത് ചെയ്യുന്നു, പകർന്നു കൊടുക്കപ്പെടുന്ന പ്രക്രിയയാണ് എന്തെന്ന് വിളിക്കുന്നത്? അധ്യാപക കേന്ദ്രീകൃത രീതികളെന്ന് വിളിക്കുന്നത്. അതിലൊന്നാമത്തത് പ്രഭാഷണ രീതി അഥവാ ലെക്ചർ മെത്തേഡ്. നമ്മൾ കൂടുതലായി കണ്ടുവരുന്ന ഈ രീതിയാണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ പോകുന്നു, അധ്യാപകൻ ബോർഡിൽ എഴുതുകയും മറ്റുമായിട്ട് ഇങ്ങനെ ആ പറയുന്ന കോൺസെപ്റ്റ് പറഞ്ഞ് പഠിപ്പിക്കുന്നു. അതാണ് ലെക്ചർ മെത്തേഡ് അല്ലെങ്കിൽ പ്രഭാഷണ രീതി എന്ന് പറയുന്നത്. അടുത്തതാണ് ഡെമോൺസ്ട്രേഷൻ രീതി. അത് പ്രദർശന രീതിയാണ് ഡെമോൺസ്ട്രേഷൻ രീതി എന്ന് പറയുന്നത്. കാര്യങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നു എന്നാണ് ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ. കാര്യങ്ങൾ ആര് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കും? അധ്യാപകൻ. ഡെമോൺസ്ട്രേഷൻ മെത്തേഡിൽ കുട്ടികൾ കണ്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഡെമോൺസ്ട്രേഷൻ നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നതാണ്. എല്ലാവരും ലേണർ സെൻറ്റേർഡ് ആണെന്ന് വിചാരിക്കും. അത് ആക്ച്വലി ഒരു ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡാണ്. കാരണം അധ്യാപകൻ അവിടെ കാര്യങ്ങൾ ചെയ്ത് കാണിക്കും അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ ചെയ്ത് കാണിക്കും. കുട്ടി അവിടെ ഒരു പാസീവ് ഒബ്സർവർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്, കണ്ടുപഠിക്കുന്നുണ്ട്. അതേസമയം അത് കുട്ടികളുടെ ശ്രദ്ധ ആകർഷിക്കാനൊക്കെ നല്ലൊരു മെത്തേഡ് തന്നെയാണ്. കാരണം പ്രവർത്തനങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ അറ്റൻഷൻ കൂടുതൽ കിട്ടും. പക്ഷേ അവിടെ ചെയ്ത് കാണിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്നത് എപ്പോഴും അധ്യാപകനായിരിക്കും. അവിടെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്ന ആളാരാണ്? അധ്യാപകൻ. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞത് ശിശു കേന്ദ്രീകൃത രീതികൾ. ഇതിലൊന്നാമത്തേതാണ് പ്രോജക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ പ്രോജക്റ്റ് രീതി. ഇതിൻ്റെ ഉപജ്ഞാതാവ് വില്യം കിൽപാട്രിക്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോജക്റ്റ് മെത്തേഡ് കൊണ്ടുവന്നത് വില്യം കിൽപാട്രിക്. അദ്ദേഹമാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. പാഠഭാഗങ്ങൾ പ്രായോഗികമായി ചെയ്ത് പഠിക്കാൻ കുട്ടികളെ ഇത് സഹായിക്കുന്നു. ഒരു ഗ്രൂപ്പ് മെത്തേഡായിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഉയർന്ന ക്ലാസ്സുകളിൽ നമുക്കത് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പ്രോജക്റ്റായിട്ടും നൽകാം. കുട്ടി അതെന്ത് ചെയ്യുന്നു, ആ പ്രോജക്റ്റ് ഒരു വിഷയം കയ്യിൽ കിട്ടിയതിന് ശേഷം ആസൂത്രണങ്ങൾ നടത്തി ഏത് രീതി വഴി വിവരശേഖരണങ്ങൾ നടത്തി അതിൽ നിന്നും നിഗമനത്തിലേക്ക് എത്തുന്നു, കൺക്ലൂഷൻസിലേക്ക് എത്തുന്നു. അതിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു, ഒരു നിയമമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു. അതാണ് പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപജ്ഞാതാവ് വില്യം കിൽപാട്രിക് ആണ്. രണ്ടാമത്തത് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇതിന് നമ്മൾ കണ്ടെത്തൽ മെത്തേഡ് എന്ന് വിളിക്കുന്നുണ്ട്. ഹ്യൂറിസ്റ്റിക് മെത്തേഡിനെയാണ് നമ്മൾ ഇതെന്ന് വിളിക്കുന്നത് കണ്ടെത്തൽ രീതി എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള വക്താവ് എന്ന് പറയുന്നത് H.E. ആംസ്ട്രോങ് ആണ്. ആരാണ്? H.E. ആംസ്ട്രോങ് ആണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡിൻ്റെ ഒരു പ്രധാന വക്താവ് എന്ന് പറയുന്നത്. ഇവിടെ കുട്ടി എന്ത് ചെയ്യുന്നു, സ്വയം ഒരു പര്യവേഷകനായി അല്ലെങ്കിൽ ഗവേഷകനൊക്കെ ആയിട്ട് മാറി വിവരങ്ങൾ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണം പഠിച്ചു, പ്രോജക്റ്റ് മെത്തേഡ് പിന്നെ ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. പ്രോജക്റ്റ് മെത്തേഡ് വില്യം കിൽപാട്രിക്, ഹ്യൂറിസ്റ്റിക് മെത്തേഡ് H.E. ആംസ്ട്രോങ്. അടുത്തതാണ് കളിരീതി അല്ലെങ്കിൽ പ്ലേ വേ മെത്തേഡ് എന്ന് പറയുന്നത്. ഫ്രോബൽ ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ കളിരീതി അഥവാ പ്ലേ വേ മെത്തേഡ്, അത് നമുക്കിത് കുഞ്ഞു ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. പ്ലേ വേ മെത്തേഡ് എന്ന് പറയുമ്പോൾ
ഇതിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ട പഠന സാമഗ്രികൾ നമ്മൾ കൊടുക്കുന്നു. അത് ഉപയോഗിച്ച് കളിച്ചും രസിച്ചും കുട്ടികൾ അറിവ് നേടുന്നതിനെയാണ് നമ്മൾ പ്ലേ വേ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വക്താവെന്ന് പറയുന്നത് ഫ്രോബലാണ്. ഫ്രോബൽ ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഈ പറയുന്ന ഓരോ മെത്തേഡും അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാച്ച് ദ ഫോളോയിങ്ങിലും ഇങ്ങനെ വരാറുണ്ട്. ഇനി അടുത്തത് പ്രോബ്ലം സോൾവിങ് മെത്തേഡ് അല്ലെങ്കിൽ പ്രശ്ന പരിഹാര രീതി. കുട്ടികൾക്കൊരു പ്രശ്നം നൽകുകയും അത് പരിഹരിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് പ്രശ്ന പരിഹാര രീതി. അത് അവരുടെ മുന്നിലേക്ക് ഒരു പ്രോബ്ലം കൊണ്ടെത്തിക്കുന്നു. ഒരു പ്രശ്നത്തെ അവതരിപ്പിക്കുന്നു. അത് ഗ്രൂപ്പായിട്ടോ ഇൻഡിവിജ്വലായിട്ടോ, കൂടുതലും ഗ്രൂപ്പായിട്ടാണ് പ്രവർത്തനങ്ങൾ നടത്താറ്. അനലൈസ് ചെയ്ത് അതിൽ നിന്ന് എങ്ങനെ അതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്താമെന്ന് ബ്രെയിൻ സ്റ്റോമിങ്ങിലൂടെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബ്രെയിൻ സ്റ്റോമിങ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവർ തന്നെ അവരുടെ മനസ്സിലിട്ട് അല്ലെങ്കിൽ ആലോചിച്ച് ഉത്തരത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ വഴിയിലേക്ക് എത്തുന്നു. അപ്പോൾ കുട്ടികൾക്കൊരു പ്രശ്നം നൽകുകയും അത് പരിഹരിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ് പ്രശ്ന പരിഹാര രീതി അഥവാ പ്രോബ്ലം സോൾവിങ് മെത്തേഡ്. ഇത് കുട്ടികളുടെ എന്ത് വളർത്തുന്നു? ചിന്താശേഷിയെ വളർത്തുന്നു. ഇനി ബോധന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട ബോധന, നമ്മൾ ഇത്ര നേരം പറഞ്ഞ ടീച്ചിങ് മെത്തേഡ്സ് ആണ്. ഇനി ഇതിനുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ടെക്നിക്കുകൾ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചർച്ചാ രീതി. ഇതിൽ സഹകരണ മനോഭാവത്തോടെ ഒരു കോപ്പറേഷനും കൊളാബറേഷനും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഗ്രൂപ്പായി തിരിച്ച് എല്ലാവരുടെയും പോയിൻറ്റ്സ് കേട്ടും കണ്ടും ഒരു പ്രശ്നത്തെ അവലോകനം ചെയ്ത് പഠിക്കുന്നു. അതാണ് ചർച്ചാ രീതി എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു? പരസ്പരം നമ്മുടെ ഐഡിയ മറ്റുള്ളവരിലേക്ക് ആശയവിനിമയം നടത്താനുള്ള കഴിവും മറ്റുള്ളവർ പറയുന്നത് കേട്ട് മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള കഴിവും വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കുന്നു. ആശയവിനിമയ ശേഷിയും പരസ്പര സഹകരണവും വർദ്ധിപ്പിക്കുന്നതിന് ചർച്ചാ രീതി സഹായിക്കുന്നു. ഇനി എന്താണ് റോൾ പ്ലേ? റോൾ പ്ലേ ആ വാക്കിൽ തന്നെയുണ്ട്. ഒരു കഥാപാത്രമായി അഭിനയിച്ച് കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കുന്നു. അതിനെയാണ് നമ്മൾ റോൾ പ്ലേ എന്ന് പറയുന്നത്. എന്താണ് റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ? ഒരു കഥാപാത്രമായി അഭിനയിച്ച് കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കുന്ന മെത്തേഡാണ് റോൾ പ്ലേ. ഇനി ഇത് മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് എഴുതിയിട്ടെന്നുള്ളൂ. അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ വന്നുപോയതാണ്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. എന്താണ് ബ്രെയിൻ സ്റ്റോമിംഗ്? കുട്ടികളിൽ നിന്ന് പുതിയ ആശയങ്ങൾ വേഗത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്നതാണ് ബ്രെയിൻ സ്റ്റോമിംഗ്. അതായത് അവരോട് തന്നെ ഒരുപാട് വട്ടം അവർക്ക് ആലോചിക്കാനുള്ള സമയം കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിലേക്ക് എത്താനുള്ള സമയം കൊടുക്കുന്നു. അവർ പല വഴികളിലൂടെ അത് ആലോചിച്ച് അതിൻ്റെ ആൻസറിലേക്ക് എത്തുന്നു. അതാണ് ബ്രെയിൻ സ്റ്റോമിംഗ്. അടുത്തത് സഹകരണ പഠനം. നേരത്തെ പറഞ്ഞു ചർച്ചാ രീതിയിലും ഇത് ഡെവലപ്ഡ് ആവുന്നുണ്ട്. ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പരസ്പരം സഹായിച്ച് പാഠങ്ങൾ പഠിക്കുന്നത്. അതായത് ആ ഗ്രൂപ്പിൻ്റെ വിജയമാണ്, അതായത് ഇൻഡിവിജ്വലിനേക്കാൾ കൂടുതൽ ഗ്രൂപ്പിൻ്റെ വിജയത്തിന് പ്രാധാന്യം നൽകുന്നു. അപ്പോൾ ഗ്രൂപ്പിലെ എല്ലാ വ്യക്തികളും ഞങ്ങൾ ഒന്നാണെന്നുള്ള ഒരു രീതിയിൽ അവർ മുന്നോട്ടേക്ക് പോകുന്നു. അങ്ങനെ അവർ പരസ്പരം സഹായിച്ച് പാഠഭാഗങ്ങൾ പഠിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട ബോധന തന്ത്രങ്ങൾ. ഇനി നമുക്ക് ആവർത്തിച്ചതിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. മുൻവർഷത്തിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ആവിഷ്കരിച്ചതാണ്. നമ്മളത് നേരത്തെയൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ച് പഠിക്കുക. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ആവിഷ്കരിച്ചത് ആര്? എ ജീൻ പിയാഷെ, ബി കിൽപാട്രിക്, സി എച്ച് ഇ ആംസ്ട്രോങ്, ഡി മരിയ മോണ്ടിസോറി. നമ്മളിപ്പോൾ ഓർമ്മിക്കേണ്ടത് കിൽപാട്രിക്കിൻ്റെ ഏത് മെത്തേഡായിരുന്നു? പ്രോജക്റ്റ് മെത്തേഡായിരുന്നു. നമ്മൾ ഇന്ന് പഠിച്ച മറ്റൊരു പേരാണ് എച്ച് ഇ ആംസ്ട്രോങ്. അദ്ദേഹമാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് വികസിപ്പിച്ചത്. കണ്ടെത്തുക എന്നർത്ഥമുള്ള ഹ്യൂറിസ്കിയൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹ്യൂറിസ്റ്റിക് എന്ന വാക്കുണ്ടായത്. കുട്ടി സ്വയം അറിവ് കണ്ടെത്തുന്ന പ്രക്രിയയാണെന്ന് പറയുന്നത് കണ്ടെത്തൽ പഠനം എന്ന് വിളിക്കുന്ന ഹ്യൂറിസ്റ്റിക്, അതായത് കണ്ടെത്തൽ രീതി എന്ന് വിളിക്കുന്ന ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. എച്ച് ഇ ആംസ്ട്രോങ്. രണ്ടാമത്തെ ചോദ്യം, കുട്ടികളിൽ സർഗാത്മകതയും പുതിയ ആശയങ്ങളും വളർത്താൻ സഹായിക്കുന്ന ഏറ്റവും നല്ല തന്ത്രം ഏതാണ്? ക്രിയേറ്റിവിറ്റിയും പുതിയ ആശയങ്ങളും വളർത്താൻ സഹായിക്കുന്നതെന്നാണ്. പ്രഭാഷണ രീതി ഒരു ലെക്ചർ മെത്തേഡാണ്. അവിടെ അത് ടീച്ചർ സെൻറ്റേഡാണ്. അപ്പോൾ കുട്ടികളുടെ സർഗാത്മകതയും ക്രിയേറ്റിവിറ്റിയും വളർത്താൻ അത് സഹായിക്കുന്നില്ല. ബി ബ്രെയിൻ സ്റ്റോമിങ്, അത് നല്ലൊരു ഓപ്ഷനാണ്. അതായത് നമ്മൾ നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കേന്ദ്രീകരിച്ച് വരുന്നതിലൂടെ ബ്രെയിൻ സ്റ്റോമിങ്. അപ്പോൾ അതൊരു നല്ല തന്ത്രമാണ്, അവിടെ നമുക്ക് വയ്ക്കാം. സി ആവർത്തന പഠനം ഒരു റോഡ് മെമ്മറൈസേഷൻ പോലെ, അല്ലെങ്കിൽ മെമ്മറിയെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് മിനുക്കിയെടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അവിടെ സർഗാത്മകതയും പുതിയ ആശയങ്ങളും വളർത്താൻ സഹായിക്കുന്ന തന്ത്രമല്ല ആവർത്തന പഠനം. പിന്നെ മനപ്പാഠം പഠിക്കലാണ് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യുന്ന ഒന്ന്. മനപ്പാഠം പഠിക്കൽ ഒരിക്കലും ഇതിൻ്റെ ആൻസറായിട്ട് വരില്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ബി ബ്രെയിൻ സ്റ്റോമിങ്. ഒരു പ്രശ്നത്തിന് വിവിധങ്ങളായ പരിഹാരങ്ങൾ ഒരു ഗ്രൂപ്പിലിരുന്ന് കുട്ടികൾ ചിന്തിച്ച് കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് വിളിക്കുന്നത്. ഇതാണ് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വളർത്താൻ ഏറ്റവും സഹായകമായ ഒരു തന്ത്രമെന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, പഠനം ഒരു സാമൂഹിക പ്രക്രിയയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അപ്പോൾ ഇത് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ.
പഠനം ഒരു സാമൂഹിക പ്രക്രിയയാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? ലെവ് വൈഗോട്സ്കിയാണ് സമൂഹവുമായിട്ടുള്ള ഇടപെടലുകളിലൂടെയാണ് കുട്ടി അറിവ് നിർമ്മിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞത്. സമൂഹവുമായുള്ള ഇടപെടലിലൂടെയാണ് കുട്ടി അറിവ് നിർമ്മിക്കുന്നതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അദ്ദേഹം കൊണ്ടുവന്നതാണ് സാംസ്കാരിക ഉപകരണങ്ങൾ. ഇനി അദ്ദേഹത്തെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അത് പറയാം. ഇനി താഴെ പറയുന്നവയിൽ ശിശു കേന്ദ്രീകൃത രീതി അല്ലാത്തത്: പ്രോജക്റ്റ് മെത്തേഡ്, മോണ്ടിസോറി മെത്തേഡ്, ലെക്ചർ മെത്തേഡ്, പ്ലേവേ മെത്തേഡ് അല്ലെങ്കിൽ കളിരീതി. ഇതിലേതാണ് ശിശു കേന്ദ്രീകൃതം അല്ലാത്തത്? പ്രോജക്റ്റ് മെത്തേഡ് ശിശു കേന്ദ്രീകൃതമാണ്. മോണ്ടിസോറി മെത്തേഡ് ശിശു കേന്ദ്രീകൃതമാണ്. പ്രഭാഷണ രീതി ആരാണ്? ടീച്ചർ സെൻറ്റേർഡാണ്, അധ്യാപക കേന്ദ്രീകൃത രീതിയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? സി. ഡി എന്ന് പറയുന്ന കളിരീതി അല്ലെങ്കിൽ പ്ലേവേ മെത്തേഡ് ആരുടേതാണ്? ഫ്രോബൽ കൊണ്ടുവന്നതാണ്. അതോടൊപ്പം തന്നെ അതൊരു ശിശു കേന്ദ്രീകൃത രീതിയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ പ്രഭാഷണ രീതി, സി. പ്രഭാഷണ രീതി ഒരു അധ്യാപക കേന്ദ്രീകൃത രീതിയാണ്. ഇതിൽ കുട്ടികൾ നിശബ്ദരായി കേട്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പാസീവ് ലേണേഴ്സ് മാത്രമാണ് ആരെന്ന് പറയുന്നത്? കുട്ടികൾ. അടുത്ത ചോദ്യം, സൂക്ഷ്മബോധനം അല്ലെങ്കിൽ മൈക്രോ ടീച്ചിങ് പ്രധാനമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തിലാണ്? ഇത് നമ്മൾ ഇനി ഒരിക്കലൊന്ന് ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എന്നാലും ഇതും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ തന്നെ പഠിക്കേണ്ട ടോപ്പിക്കാണ് മൈക്രോ ടീച്ചിങ്. ഇത് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് ശരിക്കും അധ്യാപകൻ്റെ അല്ലെങ്കിൽ നൈപുണ്യങ്ങൾ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് മൈക്രോ ടീച്ചിങ്. അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ ആയിക്കോട്ടെ, സ്റ്റിമുലസ് വേരിയേഷൻ ആയിക്കോട്ടെ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ കഴിവ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുകൾ, അധ്യാപകൻ എന്തൊക്കെ കഴിവുകൾ ഉണ്ടായിരിക്കണം, അതിനെ വളർത്തിയെടുക്കാനാണ് എന്ത് വേണ്ടത്? മൈക്രോ ടീച്ചിങ് അല്ലെങ്കിൽ സൂക്ഷ്മബോധനം വേണ്ടത്. പദ്ധതി നിർമ്മാണമല്ല, കുട്ടികളുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ടതല്ല, മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടതല്ല. ഇത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൈക്രോ ടീച്ചിങ് അധ്യാപന നൈപുണ്യങ്ങളുടെ പരിശീലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻസർ ബി ആണ്. അധ്യാപന നൈപുണികൾ അഥവാ ടീച്ചിങ് സ്കിൽസ് പരിശീലിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ് ഇത്. ഇതൊരു യഥാർത്ഥ ക്ലാസ് മുറിയിലെ അധ്യാപനമല്ല, മറിച്ചത് എന്താണ്? ഒരു പരിശീലനമാണ്. അധ്യാപനം കിട്ടുന്ന ഒരു പരിശീലനം ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഓരോ മെത്തേഡും കൊണ്ടുവന്നത് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ വക്താവ് ആരാണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. CTET എക്സാം ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനനുസരിച്ച് ക്ലാസ്സുകൾ ഇട്ട് പോകുന്നതാണ്. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. താങ്ക്